ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണല്ലേ, മുട്ട സുർക്ക. ഇത് കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും. ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കൊരു 5 മിനിറ്റിലൊക്കെ വേണമെങ്കിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി നമ്മൾ ക്യാരറ്റ് തിന്നാത്ത പോലെ, ഞങ്ങളെപ്പോലത്തെ ക്യാരറ്റ് തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഇത് അമ്മമാർക്ക് തീറ്റിപ്പിക്കാൻ പറ്റിയൊരു അടിപൊളി വേഗം കൂടിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, പ്രത്യേകിച്ച് അമ്മമാര്. നമ്മുടെ ടേസ്റ്റ് കൊണ്ട് നമ്മളിതൊക്കെ തിന്ന് ക്യാരറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറും, പക്ഷെ നമ്മളത് അറിയത്തില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മുട്ടസുറക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ പച്ചരിയാണ്. ഇത് നമ്മൾ 1.5 ഗ്ലാസ് പച്ചരി ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ. 5-6 മണിക്കൂർ കുതിർത്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് വേറെ വേണ്ടത് കുറച്ച് ക്യാരറ്റ് വേണം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഒത്തിരി എരിവ് വേണ്ട, ആവശ്യത്തിനുള്ള എരിവ് മതി. പിന്നെ കുറച്ച് ചോറ്. പിന്നെ വേണ്ടത് 2 കോഴിമുട്ട. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ ആവശ്യത്തിനുള്ളത്, അത് അരയ്ക്കുമ്പോൾ പറയാം. പിന്നെ കുറച്ച് ഉപ്പ്. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ അരി ഇതിലേക്ക് എടുത്തതാണ് കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക്. നമ്മൾ കഴുകി വാല വെച്ചതാണ് കേട്ടോ, 5 മണിക്കൂർ കുതിർത്തിട്ടിട്ട്. ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കണേ. രണ്ട് കോഴിമുട്ട ചേർത്തു. ഇനി അടുത്തതായിട്ട് ഈ ചോറ്, ഇതിൽ നിന്ന് കുറച്ച് ചോറ് ആഡ് ചെയ്യണം. ഇത്ര അധികം ചോറ് വേണ്ട കേട്ടോ, ഏകദേശം നമുക്കൊരു 3 ടീസ്പൂണോളം ചോറ്. 3 ടീസ്പൂൺ ചോറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കണേ. ഇത് ബാക്കിയാണ്, ഇത് ആവശ്യമില്ല. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് അരക്കണതിന് മുമ്പ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ വെള്ളം ഞാനിവിടെ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വേണ്ട, ആദ്യം നമുക്ക് കുറച്ച് ഒഴിക്കാം. അരച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഒഴിക്കാം. അപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ബാക്കി വന്ന വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ അര കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത ഈ ഒരു ക്യാരറ്റും ഈ പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ്. നമുക്ക് ബീഫിൻ്റെ കൂടെയും അതേപോലെ തന്നെ കോഴിയുടെ കൂടെയും കഴിക്കാം. ഇനിയിപ്പോൾ അത് അല്ലാതെയും കഴിക്കാം കേട്ടോ, വെറുതെ ഒരു 4 മണി സ്നാക്ക് പോലെയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കിടക്കും കേട്ടോ. ഇതൊരു മലബാർ റെസിപ്പിയാണ്. മലബാറിലൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു റെസിപ്പിയാണ്. അവിടെ നമുക്ക് കല്യാണ ഫംഗ്ഷനുകൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി അവിടെ അതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. മുട്ടസുർക്ക എന്നാണ് സാധാരണ ഇതിന് പറയാം. കണ്ടോ, ഇതാണ് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഒത്തിരി ലൂസല്ല, എന്നാലും ഒരു തിക്ക്, നമ്മുടെ ഒരു ദോശ ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി, അതാണ് ഇതിന് വേണ്ടത് കേട്ടോ. ഇടരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ്, ഇതിൽ നിന്ന് നമ്മൾ ഒരു തവി മാവാണ് കേട്ടോ എടുത്തൊഴിക്കുന്നത്. ഇത് കയ്യിലാണ് കേട്ടോ, സ്പൂണല്ല. ഒരു തവി മാവ് എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ എണ്ണ എടുത്തെടുത്ത് ഇങ്ങനെ ഒഴിക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചൊന്നും ഒഴിച്ചാൽ മതിയോ, ഒന്ന് മുരിഞ്ഞു വരണ വരെ. ഇങ്ങനെയാണ് മുട്ടസുർക്ക നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒപ്പം നമുക്ക് ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിടാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്സ് പോലെയും കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇത് പക്ഷെ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ കൂടെ ഇവിടെ സാധനമാണ് കേട്ടോ കഴിക്കാനായിട്ട്.
കുറച്ച് ബീഫിൻ്റെ കറി ആണെങ്കിൽ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി നമുക്കിത് കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒത്തിരി സമയം വേണ്ടത്. കുറച്ചൊരു ഉച്ചയാകുമ്പോഴൊക്കെ ഒന്നൊരു അരി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇടുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് കളറ് മാറി വരണ വരെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. തുടക്കത്തിലാണ് നമ്മൾക്ക് എണ്ണ കൊടുക്കണ്ട കേട്ടോ, സ്പൂൺ എടുത്തിട്ട്. അത് കഴിഞ്ഞതൊന്നും ഇതായി വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട. ഇനി ഇതിപ്പോൾ എന്തോന്ന് അറിയാനായിട്ട് ഇതിൽ കണ്ടോ, ആ ചെറുതായിട്ട് എണ്ണ പൊട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ പൊട്ടലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെടുത്ത് കോരിയിടാം. മറിച്ചും തിരിച്ചും കൊടുക്കണം. അതിനൊരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ, നമ്മൾ സാധാരണ പലഹാരങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കളറില്ലേ, ആ ഒരു കളറാവുന്ന വരെ നമ്മളിങ്ങനെ മറിച്ച് കോരണം. ഇത് കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇനി അടുത്തത് കോരി ഒഴിക്കാം. അടുത്തത് അവി ഒഴിക്കാൻ പോവാണ്. ഇതേപോലെ നമ്മളിതിൽ എണ്ണ ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒഴിക്കണം അതിൽ, എന്നാലാണ് അതിൽ ആ കറക്റ്റായിട്ടേ അതിൻ്റെ ആ ഒരു ഇത് വരുള്ളൂ. ഈ മുട്ടസുറക്ക ഉണ്ടാക്കാനായിട്ടേ ഞാൻ ബി.എഡിന് പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ ഇങ്ങനെ നമുക്ക് ലഞ്ച് കൊണ്ടുവരുമല്ലോ സ്കൂളിൽ, ബി.എഡ് പഠിക്കുമ്പോൾ. അപ്പോൾ ലഞ്ച് കൊണ്ടുവരുമ്പോൾ അവൾ മിക്ക ദിവസവും മുട്ടസുറക്കയും അതുപോലെ ചിക്കൻ കറിയും, അതാണ് അവളുടെ മെയിൻ ഭക്ഷണം. അപ്പോൾ ഈ മുട്ടസുറക്ക ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് തരും, ഞങ്ങളെല്ലാവരും കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കും ഞങ്ങളിത് എങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ച് അങ്ങനെ വന്ന് നമുക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അത് പിന്നെ നമ്മൾ പക്ഷേ ഇതിൽ നമുക്ക് ഒത്തിരി ട്രയൽ ആൻഡ് എററൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ വരും. സാധാരണ ചില റെസിപ്പീസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കി അങ്ങനെ അല്ലേ, നമ്മളൊരു ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിലൊരു ഫോൾട്ടൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലേ ടേസ്റ്റ് കാണിച്ചു തരാമെന്ന്. അതിങ്ങനെ പൊട്ടിക്കുക. നമുക്ക് തിന്ന് പരിചയമില്ലാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഒരു സ്റ്റാൻഡേർഡിന് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തേക്കാം. പൊള്ളുണ്ട്. നല്ല സോഫ്റ്റും നല്ല ക്രഞ്ചിയുമാണ്. നടുഭാഗം നല്ല സോഫ്റ്റും ഇവിടെ നിറച്ചും ക്രഞ്ചിയാണ് കേട്ടോ. കുറച്ചായിട്ടോടെ അടിപൊളി. ഇത് കോഴിയുടെ ഒക്കെ കൂടുമ്പോൾ തിന്നുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റ് ഉണ്ടെന്ന് അറിയും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സിമ്പിൾ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. ബൈ.